Good afternoon, children. So, ഇന്ന് സിവിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ എടുക്കുന്നത് ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ. നമ്മൾ ഓൾറെഡി ഒരിക്കൽ പഠിച്ചാണ് എന്താണ് ഡൈവേഴ്സിറ്റി അല്ലേ. വിത്ത് ഡിഫറെൻറ്റ് ടൈപ്പ് കാസ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് റിലീജിയൻ, ഡിഫറെൻറ്റ് ഫെസ്റ്റിവൽസ്, സ്റ്റിൽ അവർ യൂണിറ്റി ഈസ് വൺ അല്ലേ. വി ഓൾ ആർ വൺ, ദാറ്റ് ഈസ് അവർ മെൻറ്റാലിറ്റി. സോ ദാറ്റ് കീപ്സ് India moving, isn't it? So that is why the enemies are not able to attack us because of this unity. Even though there are so many diversities, our unity is strength is very high. So in this chapter you are going to learn how diversity and difference and prejudice. Okay, സോ എന്താണ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അല്ലേ, പല തരത്തിലെ ഭാഷകൾ സംസാരിക്കുന്ന ഒരു സെറ്റ് ആൾക്കാരുണ്ടാവും. അവരുടെ സംസ്കാരങ്ങൾ, കൾച്ചർ ഡിഫറെൻ്റ് ആയിരിക്കും. അവർ കഴിക്കുന്ന ഫുഡ് വ്യത്യസ്തമായിരിക്കും. അവരുടെ ഫെസ്റ്റിവൽസ്, ഗെയിംസ് ഇതെല്ലാം ഇതായിരിക്കും അല്ലേ. ഇതൊക്കെ എന്തായിരിക്കും, ഒരു പർട്ടിക്കുലർ ഏരിയയിലത്തെ ജോഗ്രഫിയും ഹിസ്റ്ററിയും ബേസ് ചെയ്തിട്ടാണ് ഓരോ സ്ഥലത്തെ ആൾക്കാരെയും ജീവിത രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെ നമുക്ക് എപ്പോഴാണ് ഒരു സേഫായിട്ട് തോന്നുക, നമ്മുടെ അതേപോലെ സംസാരിക്കുകയും അങ്ങനത്തെ ഡ്രസ്സിങ് ചെയ്ത് അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ആൾക്കാരായിട്ട് നമുക്ക് കൂടുതൽ ഇഷ്ടമുണ്ടാവുക. പക്ഷെ ചില ആൾക്കാർ ഡിഫറെൻ്റ് ആയിരിക്കും അല്ലേ. അപ്പോൾ അവരുടെ ആ ബിഹേവിയറും അവരുടെ ആറ്റിറ്റ്യൂഡും ഒക്കെ നമുക്ക് വളരെ സ്ട്രേഞ്ചും അൺഫെമിലിയർ ആയിട്ടും തോന്നാം. അപ്പോൾ അങ്ങനെ പ്രത്യേകം ഒരു ആറ്റിറ്റ്യൂഡോ ഒപ്പീനിയനും ഉണ്ടെങ്കിൽ അങ്ങനെയും ചില ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഡിഫറൻസസിനെ ഇവാലുവേറ്റ് ചെയ്യണത് ഇങ്ങനെയൊക്കെയാണ്. ഓക്കെ, ഇനി എന്താണ് പ്രെജുഡൈസ് അല്ലേ. അതായത് വേറൊരാളുടെ നെഗറ്റീവിനെ കാണുന്നത്, അയാൾക്ക് അങ്ങനെ ഒരു നെഗറ്റിവിറ്റി ഉണ്ട് എന്ന് വിശ്വസിച്ച് അയാളെ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറഞ്ഞ ആ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ അയാളെ വീക്ഷിക്കുന്ന രീതി. അപ്പോൾ അയാൾക്ക് എത്ര നല്ല ക്വാളിറ്റീസ് ഉണ്ടെങ്കിലും അത് നമ്മുടെ കണ്ണിൽ കാണില്ല. അപ്പം നമ്മൾ ആ ഒരു പെർട്ടിക്കുലർ വേയിൽ മാത്രമേ ചിന്തിക്കുള്ളൂ. അപ്പം നമുക്ക് അവരെ റെസ്പെക്റ്റ് ചെയ്യാനോ അവരുടെ അടുത്ത് ഇടപഴകാനോ ഒന്നും നമുക്ക് സാധിക്കില്ല. അപ്പോൾ ആൾക്കാർ എന്തിൻ്റെയൊക്കെ കാര്യങ്ങളിലായിരിക്കും പ്രെജുഡൈസ്ഡ് ആയിരിക്കുക എന്ന് വെച്ചാൽ അവനവൻ്റെ മതപരമായ ചിന്തകളിൽ, പിന്നെയോ ചിലവർ അവരുടെ സ്കിന്നിൻ്റെ കളർ വെച്ചിട്ട്, പിന്നെ ചിലവരെന്തായിരിക്കും അവർ ഏത് ഭാഗത്തു നിന്നാണ് വന്ന് ആ ഭാഗത്തെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട്, പിന്നെ ചിലവർ ഇവൻ ഡ്രസ്സിങ്ങിൽ ഇതുവരെ പ്രെജുഡൈസ്ഡ് കാണിക്കുന്നവരുണ്ടാവാം. ഓക്കെ, പിന്നെ ഇനി അടുത്തതിൽ നിങ്ങൾ പഠിക്കാൻ പോകുന്നത് എന്താണ് സ്റ്റീരിയോ ടൈപ്സ് എന്നുള്ളതാണ് അല്ലേ. അതായത് നമ്മൾ ഒരു സെറ്റ് ഓഫ് ആൾക്കാരെ ഒരു ഇമേജിൻ്റെ ഉള്ളിൽ ഫ്രെയിം ചെയ്യുക, അതിനെയാണ് സ്റ്റീരിയോ ടൈപ്പ് എന്ന് പറയുക. അതായത് നമുക്ക് അവരെ പറ്റി ഒരു ഐഡിയ ഉണ്ട് അല്ലേ, അത് നമ്മൾ എങ്ങനെയും മാറ്റാൻ ഇഷ്ടപ്പെടുന്നില്ല. വെദർ ഇറ്റ് ഈസ് ട്രൂ ഓർ നോട്ട്, വി ആർ ട്രൈയിങ് ടു അക്സെപ്റ്റ് ദാറ്റ് ആസ് റിയാലിറ്റി. അപ്പോൾ ഇവരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരാളുടെ അവരൊരു യുണീക്ക് ഇൻഡിവിജ്വലാണ്, അവർക്ക് അവരുടേതായ സ്പെഷ്യൽ ക്വാളിറ്റീസും സ്കിൽസും ഉണ്ട് എന്നുള്ളത്, ഇവരിൽ നിന്നും വ്യത്യസ്തരാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കഴിവ് ബാക്കിയുള്ള ആൾക്കാർക്കും ഇല്ല. കാരണം അങ്ങനെയുള്ള സ്റ്റീരിയോ ടൈപ്സ് ആൾക്കാർ ഇതൊന്നും കാണില്ല. ഓക്കെ, അപ്പോൾ ചിലർ പ്രത്യേക സാഹചര്യങ്ങളിൽ ഇത് എല്ലാവരെയും എഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ് പറയണത്, അല്ലെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ്. ഓക്കെ, ഇനി എന്താണ് ഇന്നീക്വാളിറ്റി അല്ലേ. അതായത് നമ്മൾ ഒരേ ഗവൺമെൻറ്റിൻ്റെ കീഴിലാണെങ്കിലും ഒരേ രാജ്യത്തെ ആൾക്കാരാണെങ്കിലും ഇന്നീക്വാലിറ്റി ഉണ്ട്. അപ്പോൾ എന്താണത്, നമുക്ക് കിട്ടുന്ന റിസോഴ്സസിലും അതിൽ വരുന്ന ഓപ്പർച്യൂണിറ്റീസിലും ഉണ്ടാവുന്ന ആ ഒരു വേർതിരിവ്. അപ്പോൾ അവിടെ ഈക്വലായിട്ടല്ല വരുന്നത്, മനസ്സിലായോ. അപ്പോൾ സോഷ്യൽ ഈക്വാലിറ്റി ഉണ്ട് അവിടെ. എങ്ങനെയാ വെച്ചാൽ സൊസൈറ്റിയിൽ ഒരേപോലെ സോഷ്യൽ സ്റ്റാറ്റസ് ഇല്ലാത്ത ആൾക്കാരുണ്ട്. അങ്ങനെയാണ് അവിടെ സോഷ്യൽ ഇൻഈക്വാലിറ്റി വരുന്നത്. ഓക്കെ, ഇനി എന്താണ് ഡിസ്ക്രിമിനേഷൻ?
അല്ലേ? ഇപ്പം നമ്മൾ ഒരാളുടെ കാസ്റ്റ് ബേസ് അല്ലെങ്കിൽ റിലീജിയൻ, ലാംഗ്വേജ്, ക്രീഡ്, കളർ, എക്കണോമിക് അങ്ങനെയുള്ള ഏത് രീതിയിലും ഒരാളെ നോക്കുന്ന രീതി, അതിനെയാണ് നമ്മൾ എന്താ പറയുന്നത്, ഡിസ്ക്രിമിനേഷൻ എന്ന് പറയുന്നത്. അതായത് ആൾക്കാർ ഇങ്ങനെയുള്ള പ്രജുഡൈസ്ഡ് സ്റ്റീരിയോടൈപ്സ് ആൾക്കാരെ അങ്ങനെ ചിന്താരീതിയിലേക്ക് പോവുള്ളൂ, അങ്ങനെയുള്ള ഡിസ്ക്രിമിനേഷൻ കാണിക്കുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ അതിനൊരു എക്സാമ്പിളായിട്ട് പറയുന്നത്, ഇപ്പോൾ പാവപ്പെട്ട ഒരാൾക്ക് റിസോഴ്സസ് വാങ്ങാനുള്ള പൈസയൊന്നും ഇല്ല വയ്ക്കുക, പക്ഷേ അറ്റ് ദ സെയിം ടൈം അവരുടെ ബേസിക് നീഡ്സ് എല്ലാം മീൻ ചെയ്യണം. പക്ഷേ ഒരേ സ്ഥലത്ത് ഇരുന്നു കൊണ്ട് അവർക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഈ പാവപ്പെട്ട വിഭാഗത്തു നിന്ന് വന്നവരെ ഓഫീസിലും ഹോസ്പിറ്റലിലും സ്കൂൾസൊക്കെ വേറൊരു രീതിയിലാണ് കാണുക. അവർക്ക് ആ ഫെസിലിറ്റീസ് ബാക്കിയുള്ള കുട്ടികൾക്കോ അല്ലെങ്കിൽ ബാക്കി ഓഫീസിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കോ കിട്ടുന്നൊരു പരിഗണന ഈ കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് കിട്ടുന്നില്ല എന്നാണ്, അതിനെയാണ് നമ്മൾ ഡിസ്ക്രിമിനേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതേപോലെ അതിന് നമ്മൾ ആൾക്കാർക്ക് പലതരം ജോബ്സും ഉണ്ട് അല്ലേ? കാർപ്പൻട്രി, ടീച്ചിങ്, പിന്നെ ഫിഷിങ്, എല്ലാവരും വർക്ക് ചെയ്യുന്നത് അതാത് നാളത്തെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ? എന്തെങ്കിലും ഒരു വേജസ് അവിടുന്ന് കിട്ടുന്ന വേജസ് കൊണ്ട്, സാലറി കൊണ്ട് അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ടാണ്. അപ്പം അങ്ങനെ ചിലവർ നമ്മുടെ അവിടെ ചേച്ചിമാരൊക്കെ വരും അല്ലേ, ഡസ്റ്റ്ബിന്ന് വേസ്റ്റൊക്കെ കളക്ട് ചെയ്യാൻ. അപ്പോൾ അവരുടെ പേര് ഇന്നേ വരെ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? അപ്പോൾ അവരെ നമ്മൾ എന്തിനാണ് അങ്ങനെ ഒരു കാറ്റഗറൈസ് ചെയ്യണത്? ഇവർ വേസ്റ്റ് എടുക്കാൻ വരുന്നവർ മാത്രം, അപ്പോൾ അതുകൊണ്ട് ഇവർ അത്രയും പാവപ്പെട്ടവരാണ്, അങ്ങനെയൊക്കെ കണക്കാക്കുന്നതാണ് ഡിസ്ക്രിമിനേഷൻ. അപ്പോൾ അങ്ങനെയൊന്നും കണക്കാക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ചില സ്ഥലത്ത് കാസ്റ്റിൻ്റെ ബേസിസിൽ ചില കാസ്റ്റ് നല്ല എന്താ പറയുക, കുറച്ച് ഹയർ സ്റ്റാറ്റസിൽ കുറച്ച് മുകളിൽ നിൽക്കുന്നു, ചില കാസ്റ്റ് താഴെ നിൽക്കുന്നു. അതൊക്കെ ഡിസ്ക്രിമിനേഷൻ്റെ ഭാഗമായിട്ട് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഈ ഗാർബേജും ഈ ഇതൊക്കെ എടുക്കുന്ന ഡെഡ് ബോഡീസൊക്കെ എടുക്കുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിലേക്ക് വരാൻ പാടില്ല. അത് അപ്പം നമ്മളൊക്കെ അപ്പർ കാസ്റ്റാണ്, അവർ നമ്മളെ വീട്ടിലേക്ക് വരാനോ നമ്മുടെ ഒപ്പത്തിനൊപ്പം ഇരിക്കാനോ ഭക്ഷണം കഴിക്കാനോ പാടില്ല. അപ്പോൾ കുട്ടികളും അതേ പരസ്പരം ഒരേ സ്കൂളിലാണെങ്കിലും അടുത്തടുത്തിരിക്കാനോ, അപ്പോൾ ഇങ്ങനെയുള്ളവരെ മക്കളെയൊക്കെ നിലത്ത് ഇരുത്തുക, അതൊരു ഡിസ്ക്രിമിനേഷനാണ്. അപ്പോൾ അങ്ങനെ അവരെന്തായിട്ട് ട്രീറ്റ് ചെയ്യണു? ദേ വർ ട്രീറ്റഡ് ആസ് അൺടച്ചബിൾസ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് പോകാം അല്ലേ, എന്താണെന്നുള്ളത് നോക്കാം. സോ ചാപ്റ്റർ 2, ഡൈവേഴ്സിറ്റി ആൻഡ് ഡിസ്ക്രിമിനേഷൻ. First, you must know what is difference. There are many things make us that we are different. The languages we speak, the food we eat, the festivals we celebrate, all of these are influenced both by the geography and history of the place where we live. We feel safe and secure with people who look, talk, dress and think like us. Certain people are different from us and we may find them strange and unfamiliar. Even people also form certain attitudes and opinions about others who are not like them. Now next is prejudice. It means to judge other people negatively or see them as inferior. When we think that only one particular way is the best and right way to do things, we often end up with not respecting others who may prefer to do things differently. We can be prejudiced about many things: people's religious belief, color of the skin, the region they come from, the clothes they wear, etc. Now next comes the stereotypes. What are stereotypes? When we fix people into one image, we create stereotype.
A fixed idea about a particular type of person or thing which is often not true in reality. It should not be a true thing in reality. Now next point, stereotypes stop us from looking at each person as a unique individual with his or her own special qualities and skills that different from others. Now next point, it affects all of us from doing certain things that we might otherwise be good at it. Now next comes the inequality. It means the unavailability of resources and opportunities for different people. Example, caste system. So social inequality refers to a lack of social equality where individuals in a society do not have equal social status. Now next is discrimination. Discrimination. It is a process of distinguishing one person from another on the basis of caste, religion, language, creed, color, economic condition. So that is economic condition. Now next point is it happens when people act on their prejudices and stereotypes. People who are poor do not have the resources or the money to meet their basic needs for food, shelter, and clothing. They experience discrimination in offices, hospitals, and schools, etc. People are engaged in different kinds of work like teaching, carpentry, weaving, fishing, etc. to earn a livelihood. Certain kinds of work are valued more than others. Activities like cleaning, picking garbage, etc. were seen as a task of less value, and people who do this work who are seen as dirty or impure. Now next point is groups of people were placed in such a way that one caste was either above or below the other. Now in the last point, some groups are forced to pick the garbage and remove dead animal from the village. They were not allowed to enter the house and they were of the upper caste. Thus children could not sit next to children of other caste in school. They were treated as untouchables. So they were treated as untouchables in the society. That is the main point. Untouchables in the society. So എന്താ ഡിഫറൻസ് എന്ന് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? എന്താ ഇൻഈക്വാലിറ്റി, എന്താ സ്റ്റീരിയോടൈപ്പ്, എന്താണ് പ്രെജുഡൈസ്ഡ് എന്ന് പറഞ്ഞാൽ. സോ that's all for today. Listen carefully, understand, then start reading the textbook.